ആ മാറ്റം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം വിളിക്കാൻ പറഞ്ഞുകൊണ്ടല്ല ചേട്ടൻ പോകുന്നത്. ഞാനൊന്നും പറഞ്ഞില്ല. ലക്ഷ്മി, നീ പോയി മോളെ വിളിക്ക്, അവൻ കഴിച്ചോളൂ. ശരി. ഇവിടെ കാണുന്നില്ലല്ലോ മോളെ. ഇവിടെ ഉണ്ടായിരുന്നോ മോളെ? എന്തെങ്കിലും പണിയിലായിരുന്നോ? ഏയ് അല്ല ആൻറ്റി, എനിക്ക് ചെറുതായിട്ട് കുറച്ച് എഴുതാനുണ്ടായിരുന്നു കോളേജിൽ. ഞാൻ എഴുതായിരുന്നു. എന്തേ? ഞാൻ മോളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആൻറ്റി അല്ല അമ്മ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ സോറി 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 അമ്മേ. ഇനി മുതൽ ഇങ്ങനെ വേണം വിളിക്കാം. കേട്ടല്ലോ? കേട്ടു. അമ്മ എന്താ വന്നേ? ഫുഡ് റെഡിയാണ്, താഴെ വന്ന എൻ്റെ ടേസ്റ്റി ഫുഡ് കഴിക്കാം. ഫുഡോ? അവിടെ കാണുന്നുണ്ടാവില്ലേ ആൻറ്റി? സോറി അമ്മ, എനിക്കിപ്പോൾ ഫുഡ് വേണ്ട. എനിക്കെന്തോ ഒരു വിശപ്പില്ല, അതുകൊണ്ട്. ഓഹോ, ഞങ്ങൾ രണ്ടുപേരും വിശപ്പ് ഒരുമിച്ച് പോയോ? എന്തമ്മേ? അല്ല, നേരത്തെ താഴെ ഒരുത്തിന് ഇതേ സെയിം ഡയലോഗ് അടിച്ച് പോയേ, അതാ പറഞ്ഞേ. അയ്യോ അമ്മ, നീ ഒന്നും പറയണ്ട, എനിക്കറിയാം നീ എന്താ വരാത്തതെന്ന്. നീ വന്നേ. അവൻ എന്തായാലും അവിടെ അല്ല. അവൻ എന്തായാലും ഇനി ആ റൂമിൽ പുറത്തിറങ്ങാനും പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ മോള് വന്ന് ഭക്ഷണം കഴിച്ചേ. അത് പിന്നെ ഒരാത് പിന്നെയില്ല. ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പട്ടിണി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേഗം താഴേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ പോവാ, ബൈ. സമാധാനമായി അവൻ പോയല്ലോ. മനസ്സിന് വിശന്നിരിക്കായിരുന്നു. ഇനി പോയി എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ആ കാലമാടൻ്റെ വർത്താനം കേട്ട് മനസ്സിന് തുറപ്പിടാൻ തോയനെ. എനിക്ക് ഫുഡ് കഴിക്കേ. ഇത് വയ്ക്കട്ടെ അമ്മേ. മതി.